ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ഞായറാഴ്ച ആണ്ടുവട്ടത്തിലെ 13ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വചനധ്യാനത്തിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ഞായറാഴ്ചത്തെ വചനഭാഗത്ത് യേശുവിൻ്റെ 2 അത്ഭുതങ്ങളാണ് നമ്മൾ വായിച്ച് കേൾക്കുക. ഒരു ശതാധിപൻ തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. യേശുവിൻ്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ആ ശതാധിപൻ മുട്ടുകുത്തി യേശുവിനോട് യാചിക്കുകയാണ്, യേശുവേ, എൻ്റെ മകൾ അതീവ രോഗാവസ്ഥയിലാണ്, അവളെ വന്ന് സൗഖ്യപ്പെടുത്തണമേ എന്ന്. ഉടനെ യേശുനാഥൻ അവനോടുകൂടെ പോവുകയാണ്. പോകും വഴി 12 വർഷമായി രക്തസ്രാവബാധയുള്ള ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ചാൽ താൻ സൗഖ്യപ്പെടും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ജനക്കൂട്ടത്തിനിടയിലൂടെ തിക്കിത്തിരക്കി യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിക്കുകയാണ്. തൽക്ഷണം അവൾ സൗഖ്യം പ്രാപിക്കുന്നു. പിന്നീട് യേശുനാഥൻ ശതാധിപൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആളുകൾ പറയുകയാണ്, അവൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി ബുദ്ധിമുട്ടിക്കേണ്ട. എന്നാൽ യേശുനാഥൻ അയാളോട് പറയുന്നു, വിശ്വസിക്കുക മാത്രം മതി, നിൻ്റെ മകൾ സൗഖ്യപ്പെടുമെന്ന്. പിന്നീട് യേശുനാഥൻ മരിച്ചുപോയ ആ ബാലികയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്രകാരം 2 സംഭവങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കാണുക. ശതാധിപൻ കർത്താവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് മുട്ടുകുത്തി കരഞ്ഞ് അപേക്ഷിക്കുന്നു. തൻ്റെ മകൾക്ക് വേണ്ടി ഹൃദയം നൊന്ത് വിലപിക്കുന്ന ശതാധിപനോട് യേശുനാഥൻ പറയുന്ന കാര്യം, ഞാൻ നിൻ്റെ കൂടെ വരുന്നു എന്നുള്ളതാണ്. ഇവിടെ ശതാധിപൻ്റെ മകളെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കൊണ്ടുവന്ന ഒരു അത്ഭുതമല്ല യഥാർത്ഥമായ അത്ഭുതം. യഥാർത്ഥമായ അത്ഭുതം യേശുവിൻ്റെ വാക്കുകളാണ്, ഞാൻ നിൻ്റെ കൂടെ വരാം. നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന യേശുവിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത്. വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നുണ്ട്, നിൻ്റെ വേദനകൾ കർത്താവിനോട് പറയുക, അവിടുന്ന് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാകുന്നുവെന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും കാര്യങ്ങളിൽ ശ്രദ്ധാലുവായ യേശുവിൻ്റെ മഹത്തരമായ ചിത്രമാണ് നമ്മൾക്കവിടെ കാണാൻ സാധിക്കുക. ഈ ഒരു സംഭവത്തിനിടയിൽ യേശുനാഥൻ ജനങ്ങളോടുകൂടെ ശതാധിപൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ രക്തസ്രാവക്കാരി സ്ത്രീ അവളുടെ ദയനീയമായ അവസ്ഥയിൽ ഏറ്റവും അവസാനമായ പ്രതീക്ഷ വയ്ക്കുന്നത് യേശുവിലാണ്. 12 വർഷമായി വിവിധ വൈദ്യന്മാരെ കാണാൻ പോയി, അവൾക്ക് സൗഖ്യം ലഭിച്ചില്ല. സൗഖ്യദായകനായ യേശുവിനെ തന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഉറച്ച ബോധ്യം അവളുടെ മനസ്സിലേക്ക് കയറുകയാണ്. ഇപ്രകാരം യേശുവിനെ വന്ന് സ്പർശിക്കുമ്പോൾ, യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ തൊടുമ്പോൾ അവൾ സൗഖ്യപ്പെടുന്നു. ഇവിടെ നടക്കുന്ന യഥാർത്ഥമായ അത്ഭുതം എന്താണ്? അവൾക്ക് രോഗശാന്തി ലഭിക്കുന്നു എന്നതിനേക്കാൾ അധികമായി യേശുവിൻ്റെ വചനം വലിയൊരു അത്ഭുതത്തിലേക്ക് നയിക്കുകയാണ്. എന്നെ സ്പർശിച്ചതാര് എന്ന് യേശു ചോദിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നുണ്ട്, ജനം തിക്കിത്തിരക്കുന്നത് നീ കാണുന്നില്ലേ, പിന്നെ നിന്നെ സ്പർശിച്ചതാര് എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ട്? യേശു പറയുന്നുണ്ട്, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടുവെന്ന്. യേശുവിനെ സ്പർശിക്കുമ്പോൾ യേശുവിൽ നിന്നും ശക്തി പുറപ്പെടാൻ മാത്രമുള്ള വിശ്വാസത്തോടുകൂടി സ്പർശിക്കുവാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ? യേശുവിൻ്റെ ചോദ്യം കേട്ട് പേടിച്ചരണ്ട ആ സ്ത്രീ പിന്നീട് വന്ന് എല്ലാ സത്യങ്ങളും യേശുവിനോട് പറയുകയാണ്. 12 വർഷമായി രക്തസ്രാവം പിടിപെട്ട് നാനാവിധ വൈദ്യരാൽ സൗഖ്യം നേടാനാകാതെ വിഷമിച്ചുകൊണ്ടിരുന്ന, എല്ലാവരാലും ഒറ്റപ്പെടുത്തപ്പെട്ട ആ സ്ത്രീ ഇപ്രകാരം യേശുവിൻ്റെ കാൽക്കൽ വീണ് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. ആ സമയത്ത് യേശുനാഥൻ അവളോട് പറയുകയാണ്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന്. ആ സ്ത്രീയിൽ കണ്ടിരുന്ന എളിയ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആരുമറിയാതെ യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ വന്ന് സ്പർശിക്കുന്ന, ഹൃദയത്തിൽ എളിമയുള്ള,
ആ സ്ത്രീയുടെ വിശ്വാസത്തെയാണ് കർത്താവ് പുകഴ്ത്തുക. എന്നാൽ ആ വിശ്വാസത്തിൻ്റെ യഥാർത്ഥമായ ഫലം രോഗസൗഖ്യമല്ല. അതിനേക്കാൾ ഉപരിയായി യേശുവിനെ മുഖാമുഖം കാണുവാനുള്ള ഒരു ഭാഗ്യമാണ്. ഇവിടെ യേശുനാഥൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ യഥാർത്ഥമായ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന സൗഖ്യങ്ങളല്ല, മറിച്ച് യേശുവിനെ കണ്ടുമുട്ടുവാനുള്ള ഒരു വഴിയാണ്. ഇപ്രകാരം യേശുവിനെ മുഖാമുഖം കാണുമ്പോൾ, യേശുവിനോട് പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ യഥാർത്ഥമായ ആഴത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ശതാധിപൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് കാണുക. ശതാധിപനോട് യേശു പറയുന്നുണ്ട്, നീ വിശ്വസിക്കുക മാത്രം മതി. ഏറ്റവും അവസാനം അവൻ വിശ്വസിക്കുന്നുണ്ട്, അവനും അവൻ്റെ കുടുംബവും യേശുവിൽ വിശ്വസിക്കുന്നു. ഇപ്രകാരം ദൈവമായിട്ടുള്ള ഒരു പേഴ്സണൽ ബന്ധം വളർത്തിയെടുക്കുവാൻ സാധിക്കുന്ന ഒന്നായിരിക്കണം നമ്മുടെ വിശ്വാസം. കർത്താവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ചുകൊണ്ട് സൗഖ്യപ്പെട്ട് ജനക്കൂട്ടത്തിൽ മുങ്ങിപ്പോയ ഒരു സ്ത്രീയായിട്ടല്ല ആ സ്ത്രീയെ നമുക്കവിടെ കാണാൻ സാധിക്കുക. പലപ്പോഴും നമ്മൾ തിരുശേഷിപ്പുകൾ സ്പർശിച്ചുകൊണ്ട് സൗഖ്യങ്ങൾ പ്രാപിച്ച് ജനക്കൂട്ടത്തിൽ മറയുന്ന വ്യക്തികളായിട്ട് മാറുന്നുണ്ട്. എന്നാൽ ആ തിരുശേഷിപ്പുകളിലൂടെ യേശുവിനെ കണ്ടുമുട്ടുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? യേശുനാഥൻ നമ്മുടെ മുന്നിലേക്ക് എടുത്തു വയ്ക്കുന്ന വിശ്വാസത്തിൻ്റെ തലം ഇതുതന്നെയാണ്. നിസ്സാരങ്ങളായ സൗഖ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ദൈവപുത്രനായ യേശുവിനെ മുഖാമുഖം കാണുവാനുള്ള ഒരു ഭാഗ്യമുണ്ടാവുക. ഈ ഒരു ഭാഗ്യത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വായനകളിലൊക്കെ നമ്മൾ കാണുന്നത് മരണത്തെയും വേദനയെയും കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാടാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മരണം ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലും പ്രവാചകന്മാരുടെ പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലുമൊക്കെ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് മരണത്തെക്കുറിച്ച് കൊണ്ടുവരുന്നുണ്ട്. മരണവും ഈ ലോകത്തിലെ യാതനകളുമെല്ലാം തന്നെ ദൈവം മനുഷ്യന് കൊടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ഫലമായിട്ടാണ് ചിത്രീകരിക്കുക. ദൈവം മനുഷ്യന് കൊടുത്ത സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യുമ്പോൾ, സ്വാർത്ഥപരമായി ഉപയോഗിക്കപ്പെടുമ്പോൾ അവിടെയൊക്കെയാണ് ഈ ലോകത്തിൽ വേദനകൾ കടന്നു വരിക, മരണം കടന്നു വരിക. ഇവിടെ ദൈവം കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന് വിശ്വാസത്തിൻ്റെ വെളിച്ചം നൽകുകയാണ് യേശുനാഥൻ. മരണത്തെയും യാതനയെയും കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥമായ ജീവനിലേക്കാണ് അവിടെ നമ്മളെ കൊണ്ടുപോവുക. രക്തസ്രാവക്കാരി സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 12 വർഷമായി രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് ചിത്രീകരിക്കുക. ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ. ഇപ്രകാരം ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീ സമൂഹത്തിൽ നിന്നും അകറ്റപ്പെട്ട ഒരു സ്ത്രീയായിട്ട് മാറുന്നു. വേദനയുടെയും മരണത്തിൻ്റെയും ഇടയിലായിരിക്കുന്ന ആ സ്ത്രീക്ക് സൗഖ്യമായിട്ട് യേശുനാഥൻ കടന്നു വരികയാണ്, ജീവൻ കൊടുക്കുകയാണ്. ആ ജീവൻ നൽകപ്പെടുന്നത് യഥാർത്ഥമായ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണ്. അപ്പോൾ ദൈവം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ഉപയോഗിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥമായ ജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഈ ഒരു തലത്തിലേക്കാണ് ഇന്നത്തെ സുവിശേഷം വിരൽ ചൂണ്ടുന്നത്. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.